സംസ്ഥാനത്ത് മഴ തുടരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പും. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത മുൻനിർത്തി റെഡ് അലേർട്ടാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റു ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലും ശക്തമായ മഴ പെയ്തു. രാത്രി പെയ്ത മഴയിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, രാവിലെ സ്വാന്തന വിവരങ്ങൾ നൽകിയപ്പോഴും തിരുവനന്തപുരത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു, അത് ദൃശ്യമായിരുന്നു. ഇപ്പോഴും ശക്തമായ മഴ അവിടെ തുടരുന്നുണ്ടോ? മറ്റേതൊക്കെ മേഖലകളിൽ മഴ പെയ്യുന്നുണ്ട്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സെഫുദ്ദീൻ, സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന മുന്നറിയിപ്പ്. കാരണം നമുക്കറിയുന്നത് പോലെ തന്നെ എല്ലാ ജില്ലയിലും മഴ മുന്നറിയിപ്പുള്ള ഒരു ദിവസമാണിന്ന്. ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ 2 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇടുക്കിയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുമാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. അത് കണക്കിലെടുത്ത് ഈ 2 ജില്ലകളിലും ഇന്ന് റെഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള മറ്റ് ജില്ലകളിൽ 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. ഈ ജില്ലകളിൽ വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനത്തുടനീളം ഇന്ന് മഴയുള്ള ഒരു ദിവസം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഇനി 10 മണിക്കാണ് പുതിയ അലേർട്ട് വരുന്നത്. അപ്പോൾ മാത്രമാകും എങ്ങനെയാണ് ഈ മഴയുടെ വരും മണിക്കൂറിലെ ഒരു സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ സെഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഇവിടെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 6 മണി മുതൽ 7 മണി വരെ വളരെ അതിതീവ്രമായ ഒരു മഴ എന്ന് തന്നെ പറയാം. 1 മണിക്കൂർ ശക്തമായ മഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാണ് എങ്കിൽ പോലും അത്തരത്തിൽ ശക്തമായ ഒരു മഴ പെയ്യുന്നില്ല. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു വെള്ളക്കെട്ട്, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും അങ്ങനെ വെള്ളം കയറിയതായി നമ്മൾ ഇന്ന് കാണുന്നില്ല. പ്രത്യേകിച്ച് വീടുകളിലടക്കം വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ രാവിലെ ഞാൻ സെഫുദ്ദീനോട് പറഞ്ഞതുപോലെ തന്നെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടെടുത്ത കുഴികളുണ്ട്. അതിലൊക്കെ തന്നെയും ഈ ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളം വന്ന് നിറയുന്ന ഒരു കാഴ്ചയുണ്ട്. തീർച്ചയായിട്ടും അത് അപകടകരം തന്നെയാണ്. കാരണം നമുക്കറിയാം, രാവിലെ ഈ ഓഫീസിൽ പോകുന്ന ആളുകളുണ്ട്, പ്രത്യേകിച്ച് ഈ 2 വീലറിലൊക്കെ വരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കുഴി എവിടെയാണ്, റോഡ് എവിടെയാണെന്നൊന്നും രാവിലെ തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ കാണണമെന്നില്ല. അങ്ങനെയൊക്കെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തിരുന്നതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും വെള്ളക്കെട്ട് അത്തരത്തിൽ രൂപപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടുണ്ട്. ഇവിടെ തൃക്കണ്ണാപുരം ഭാഗത്താണ്, തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഭാഗത്താണ് ഞാനുള്ളത്. ഇവിടെ പലപ്പോഴായി ഇങ്ങനെ വെള്ളം കയറുന്നതാണ് എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. നമ്മളോടൊപ്പം ഒരു ആള് ചേരുന്നുണ്ട്, ഇവിടെ പ്രദേശവാസിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ ഇങ്ങനെ എപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടോ? സ്കൂളിൽ കൊണ്ടാക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്ക് മിക്കപ്പോഴും കാറ് ക്രോസ് ആയിട്ട് വന്നിട്ട് നമ്മളുടെ ദേഹത്ത് മൊത്തം മോൻ്റെ യൂണിഫോമിലും ഇതിലുമൊക്കെ ചെളിയും തെറിപ്പിച്ചാൽ മിക്കപ്പോഴും പുള്ളിയെ തിരിച്ചു കൊണ്ടുപോയി അവനെ കുളിപ്പിച്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷമാണ് സ്കൂളിൽ വീണ്ടും വിടുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3-4-5 മാസമായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് തന്നെയാണ്. ഈ മഴയിലല്ല, എപ്പോഴും ഇങ്ങനെ വെള്ളം കയറാറുണ്ട്. എപ്പോഴും വെള്ളം കയറാറുണ്ട്. എപ്പോഴും നമ്മൾ ഈ മഴയിലെന്നല്ല, മഴയ്ക്ക് മുമ്പും ഇവിടെ വെള്ളക്കെട്ട് തന്നെയാണ് സ്ഥിരമായിട്ട്. ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം മോനെ കൊണ്ടുവിടുന്നതിന് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ്, പിന്നെ ഈ കാറ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇവരെല്ലാം പാസ് ചെയ്ത് പോയതിന് ശേഷമാണ് മോനുമായിട്ട് പിന്നെ സ്കൂട്ടറിൽ വരുന്നത്. സെഫുദ്ദീൻ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലുമുണ്ട്. സാധാരണമായി വെള്ളം കയറുന്ന സ്ഥലം, രാവിലെ നമ്മൾ ചാക്കയിൽ പോയി, അതൊക്കെ സാധാരണമായി വെള്ളം കയറുന്ന സ്ഥലമാണ്. അതിനപ്പുറത്തോട്ട് വളരെ വലിയ വെള്ളക്കെട്ട് ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം, നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മഴ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിത പെയ്ത്ത് തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്ന. ആ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും ആശ്വാസകരം തന്നെയാണ്. പിന്നെ ഓറഞ്ച് മുന്നറിയിപ്പാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തിന്റെ പല പ്രദേശങ്ങളിലും ഇന്നലെ മരം ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഈ ഇടിയും കാറ്റും ഒക്കെ ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തും ഇന്നലെ മരം ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൂജപ്പുര, കവടിയാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ വളരെ വലിയ മരങ്ങൾ കടപുഴകി വീണു. അത് മാത്രവുമല്ല, KECBയുടെ നിരവധി
പോസ്റ്റുകൾ ഇന്നലെ തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ KECBയുടെ പല പോസ്റ്റുകളും ഒടിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ ഭാഗികമായി തകരുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ലൈൻ കമ്പികളിലേക്ക് മരം വീണ് അങ്ങനെയുമൊക്കെ KECBക്കൊക്കെ ഇന്നലെ വളരെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് മരം ഒടിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ വളരെ വലിയ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പ്രദേശമാണെങ്കിൽ പ്രത്യേകിച്ച് വീടിനടുത്തൊക്കെയുള്ള മരങ്ങളാണെങ്കിൽ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ പഴയ ഒരു വീടിന്റെ മതിലിടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായിരുന്നു. അതും ഇത്തരത്തിൽ ബന്ധപ്പെട്ടാണ്. കാരണം നിരന്തരമായി മഴ പെയ്ത ആ വീടിന്റെ മതിൽ കുതിർന്ന് അത് ഇടിഞ്ഞു വീണാണ് അവര് മരിച്ചത്. അങ്ങനെ അപകടങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് പുറത്തു വരുന്നത്. പിന്നെ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തണം. പിന്നെ മഴയാണ്, നിരന്തരമായി മഴ പെയ്യുമ്പോൾ ഏത് തരത്തിലാണ് ഇത്തരത്തിൽ അപകടങ്ങൾ വരിക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടും എല്ലാവരും ജാഗ്രത പുലർത്തി തന്നെ മുൻപോട്ടേക്ക് പോകണം എന്നുള്ളൊരു അറിയിപ്പ് തന്നെയാണ് സൈഫുദ്ദീൻ നിലവിൽ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മഴ പെയ്തെങ്കിലും ആശ്വാസകരമായ ഒരു മണിക്കൂറിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാം. തീർച്ചയായും സ്വാന്തന സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ സാഹചര്യം അങ്ങേയറ്റം മോശമാണ്. ഏറ്റവും ഗൗരവതരത്തിലുള്ള കാര്യം ഇതിപ്പോൾ കാലവർഷം വന്നിട്ടില്ല, കാലവർഷത്തിലേക്കുള്ള ബിൽഡപ്പ് മാത്രമാണ്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ അവസ്ഥ ഇതാണെങ്കിൽ ഇനി കാലവർഷം കനത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്താകുമെന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരത്തിൽ നമ്മുടെ ഭരണകൂടങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.